എൻ്റെ പേര് ആശ. എന്നോടൊക്കെ ഒത്തിരി പേര് മെസ്സേജ് ഇട്ട് ചോദിക്കുന്നു ഞങ്ങള് ഇവിടെ എവിടാണെന്ന്. USA. ഞങ്ങൾ USA ന്യൂയോർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് എൽമണ്ടിലാന്നേ. പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കുന്നു ജോലിയുണ്ടോ എന്ന്, നാട്ടിൽ ഇവിടെ കൃഷിപ്പണിയാണോ എന്ന്. അല്ല, ഞാൻ 2 ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അത് കഴിഞ്ഞ് കിട്ടുന്ന സമയങ്ങള് ഞാൻ ഗാർഡനകത്തിലൊക്കെ ഇറങ്ങുന്നത്, ഗാർഡൻ ചെയ്യുന്നതും പിന്നെ വീട്ടിലെ ജോലിയുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാ ഇങ്ങനെ സമയം കിട്ടുന്നതെന്ന്. അതിന്റെ ഇടയ്ക്ക് ഞാൻ സമയം കണ്ടെത്തും എപ്പോഴും. എനിക്ക് ഇത് ഒത്തിരി എൻ്റെ ഹോബിയായത്. വെജിറ്റബിൾ തന്നെയല്ല, പൂക്കളുണ്ട്, എല്ലാം ചെടികളും എല്ലാം ഞാൻ ചെയ്യാറുണ്ട്. എല്ലാ വർഷവും ഞാൻ കൃഷി ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതും പിക്ചർ എടുക്കുന്നതും ഒക്കെ. അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. ഇപ്പൊ എന്തോ എനിക്കൊരു ഇഷ്ടം തോന്നി അങ്ങനെ ചെയ്ത, അല്ലാതെ ഒരു ബിസിനസ് ആയിട്ടൊന്നും അല്ല. അങ്ങനത്തെ ഒരു രീതിയിൽ ആരും ചിന്തിക്കേണ്ട, അങ്ങനൊന്നും അല്ല. അപ്പം ഞാൻ പിന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ എങ്ങനെ ഇവിടെ കൃഷി ചെയ്യും. ഇവിടെ നമുക്ക് 3 മാസമേ കൃഷി ചെയ്യാനുള്ള ടൈം കിട്ടത്തുള്ളൂ. ജൂൺ തൊട്ടേ നമുക്ക് ഇവിടെ ഒരു ചൂട് ടൈം വരത്തുള്ളൂ. പിന്നെ അപ്പൊ ഒരു ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോഴത്തേന് തണുപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഇവിടെ ആവത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ കൃഷി ചെയ്യുന്നത്, ചിലര് ഇവിടെ ഗ്രൗണ്ടിൽ തന്നെ അങ്ങ് കൃഷി ചെയ്യും. ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് പറഞ്ഞാല് ഞങ്ങൾ ബെഡ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൃഷി ചെയ്യുന്നു. പിന്നെ കൃഷി നടുന്നതെല്ലാം ഞാൻ തന്നെയാ, ഇവിടെ വേറെ ആർക്കും അത് അറിയത്തില്ല. പിന്നെ എന്റെ ഹസ്ബൻഡും മക്കളൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാരണം ഇതൊക്കെ ഇങ്ങനെ കുഴിച്ചിടണമെങ്കിലൊക്കെ എനിക്ക് ഹെൽപ്പ് വേണം. കാരണം അത് മക്കളും ഹസ്ബൻഡൊക്കെ അതിനൊക്കെ എല്ലാം ഹെൽപ്പ് ചെയ്യാറുണ്ട്. എല്ലാവരുടെയും ഹെൽപ്പ് ഉണ്ട്. പിന്നെ വാട്ടറിങ്, അവരും മക്കളൊക്കെ വാട്ടറിങ്. പിന്നെ എന്റെ മദർ എന്നെ ഹെൽപ്പ് ചെയ്യും. മമ്മി ഇതെല്ലാം കട്ട് ചെയ്ത് ഫ്രീസറിൽ കയറ്റി വെക്കുന്ന എല്ലാം മമ്മിയുടെ ജോലിയാണ്. മമ്മി ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ എല്ലാം ഇങ്ങനെ പോച്ചയൊക്കെ ഇങ്ങനെ ഇത് നമ്മൾ വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് നല്ലതായിട്ട് പോച്ച കളിക്കും. പോച്ചയൊക്കെ പറിച്ചു തരുന്നതും അത് മമ്മി ചെയ്യും. എല്ലാരും കൂടെ കൂടിയേ പറ്റത്തുള്ളൂ ഇവിടെ. നമുക്ക് അല്ലാതെ ഒരാളെയും കൂടെ തന്നെ ഇത് പറ്റുമല്ലോ. എന്നാലും കൂടുതലും 75% ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എങ്ങനെയാ ഞങ്ങൾ ഇവിടെ കൃഷി നടുന്നത് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. ഞങ്ങൾ ബെഡ് ഉണ്ടാക്കിയിട്ട് കൃഷി ചെയ്യുന്നത്. അപ്പം ഞാൻ ബെഡ് ഉണ്ടാക്കിയിട്ട് കൃഷി ചെയ്യുന്നത്, ബെഡ് എന്ന് പറഞ്ഞാല് പലക അടിച്ച് നമ്മള് ബോക്സ് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മണ്ണ് നിറച്ചിട്ട് കൃഷി ചെയ്ത്. അപ്പൊ ഇങ്ങനെ ഞാൻ ചെയ്തേക്കുന്നുണ്ടോ. ഇത് ഞങ്ങൾ പലക മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അടിച്ചിട്ട് അതിനകത്ത് മണ്ണ് നിറച്ചിട്ട് പിന്നെ അതിനകത്ത് ചിലപ്പോൾ സീഡാണെങ്കിൽ സീഡ്, അല്ലെങ്കിൽ ചിലപ്പോൾ തൈ മേടിച്ചിട്ട് നടും. അങ്ങനെയാണ്. അപ്പം ഇങ്ങനെയാണ് ഞങ്ങൾ നടുന്നത്. ഇവിടുന്ന് അങ്ങ് വരെ ഇട്ടിട്ട് ഞാൻ 4 ബോക്സ് ഇതായിട്ടാ ബെഡായിട്ടാ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ സൈഡിൽ ഓരോന്ന്, പിന്നെ നടുക്ക് ഈ 2 ബെഡ് വെച്ച്. പക്ഷെ അതാ ഒത്തിരി നല്ലത്. കാരണം നമുക്കിങ്ങനെ ഇടയ്ക്കൂടെ നടക്കുകയും ചെയ്യാം, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം ഇങ്ങനെ. പിന്നെ ഒരു ഗുണം, ഈ പ്ലാസ്റ്റിക് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാ. അതെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് പോച്ചയൊന്നും കളിക്കത്തില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. കണ്ടോ, ഇതാ എന്റെ കൃഷി. ഇതാ അവിടെ ഒരു ബെഡുണ്ട്, ഇവിടെ ഒരു ബെഡുണ്ട്, ഈ സൈഡിലും ബെഡുണ്ട്. പിന്നെ കണ്ട എന്റെ കുക്കുംബർ ആയി വരുന്നു. കുക്കുംബറെ കഴിഞ്ഞ ദിവസം പറിച്ചായിരുന്നു. കണ്ടോ നല്ല ആയി വരുന്നുണ്ട്, പറിക്കാറായി വരുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി ആയി വരുന്നതേ ഉള്ളൂ, കുറച്ച് ആയി പറിക്കാറായി. ഇവിടെയും ഉണ്ട്, ഇവിടെയും ആയി വരുന്നുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ വിശേഷം. ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് പിന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.